നാഗകന്യക 3യുടെ എപ്പിസോഡ് 17ലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് എല്ലാവരും ഷാനിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം ഷാൻ വരികയാണ്. ഷാനിനെ കാണുമ്പോഴാണ് ഷാനും അനുവും ഒരുമിച്ചാണ് വന്നത് എന്ന് അറിയുന്നത്. അവർ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടവരാണ്. ഷാൻ എല്ലാവരെയും പരിചയപ്പെടുന്നു. ശേഷം അവരെല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പോവുകയാണ്. മറുവശത്ത് റിമോണ ജോലി മതിയാക്കി അവിടെ നിന്ന് പോവുകയാണ്. അതറിയുന്ന ACP റിമോണയോട് കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വന്ന ജോലി കഴിഞ്ഞു, ഇനി ഈ കേസിൽ ഒന്നും കണ്ടുപിടിക്കാനില്ല എന്ന് പറഞ്ഞ് റിമോണ അവിടെ നിന്ന് പോകുന്നു. ACP റിമോണയെ കാണുമ്പോഴെല്ലാം റിമോണയെ ശരിയായി പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. എപ്പോഴും വേറെ ഏതെങ്കിലും പേര് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. പക്ഷേ റിമോണ പോകുന്നത് അറിഞ്ഞ ACP റിമോണയെ ശരിയായി പേര് പറഞ്ഞ് വിളിക്കുകയാണ്. റിമോണ പോകുന്നത് കണ്ട് ACP വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ വേഷത്തിൽ പോകുന്ന വിശാഖ ബേലയെ ഫോണിൽ വിളിച്ചിട്ട് ഇനി യുവിയുടെ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, യുവിയുടെ ഡെഡ് ബോഡി മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് ബേല. ശേഷം എല്ലാവരും ഹോട്ടലിൽ വരികയാണ്. ഹോട്ടലിൽ വരുന്ന ബേലയുടെ മുന്നിൽ ആദി വരുന്നു. ആദിയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ബേല. ആദി ബേലയോട് അന്ന് ഞാൻ മരിച്ചിട്ടില്ലായിരുന്നു, ബോധം പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് അവിടെ നിന്നും ബേല പോയി. ബേലയുടെ രഹസ്യം എനിക്കിപ്പോൾ അറിയാം. ഈ രഹസ്യം ആരും അറിയാതിരിക്കണമെങ്കിൽ ബേല ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് പറഞ്ഞ് ആദി അവിടെ നിന്നും പോകുന്നു. ആദി പറഞ്ഞത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ശേഷം ബേല വിൻഡോ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പഴയ പാലസും ക്ഷേത്രവും നോക്കി നിൽക്കുന്ന ബേലയുടെ അടുത്ത് മഹി വരുന്നു. മഹി ബേലയോട് പാലസും ക്ഷേത്രവും കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല, അതിന് നിങ്ങൾ ഇതെല്ലാം പൊളിച്ചു കളയാൻ പോവുകയല്ലേ, പിന്നെ ഭംഗിയുണ്ടായിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ ക്ഷേത്രവും പാലസും ഒന്നും പൊളിക്കുന്നില്ല, അതിന്റെ അടുത്ത് കുറെ സ്ഥലമുണ്ട്, അവിടെ ഡാഡിയുടെ ഡ്രീമായ ഹോട്ടൽ പണിയുമെന്ന് പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ശേഷം ബേല പാലസിലേക്ക് പോവുകയാണ്. പാലസിന്റെ അകത്ത് കയറുന്ന ബേലയ്ക്ക് വിക്രാന്തിനെ കുറിച്ചുള്ള സന്തോഷ നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. അടുത്ത സീനിൽ ഓൾഡ് പാലസിൽ എല്ലാവരും പാർട്ടി നടത്തുകയാണ്. അവിടേക്ക് ബേലയും വരുന്നു. ബേലയെ കാണുന്ന ആദി ബേലയെ ഭീഷണിപ്പെടുത്തി ഡ്രിങ്ക്സ് ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന ബേല ആദി പറയുന്നത് പോലെ ചെയ്യുകയാണ്. ബേല എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുന്നത് കണ്ട് ആദി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം വിശാഖ നിൽക്കുന്നത് കാണുന്ന ബേല മഹിയോട് ഹോട്ടലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നിട്ട് ആരും കാണാതെ നാഗമായി മാറി തിരിച്ച് പാലസിൽ കയറുന്ന ബേല വിശാഖയുടെ അടുത്ത് പോകുന്നു. ബേലയെ കാണുന്ന വിശാഖ ബേലയോട് ഇവരെ എല്ലാവരെയും കൊല്ലാൻ പറ്റിയ നല്ല അവസരമാണ് ഇത്, ഈ അവസരം മിസ് ചെയ്താൽ ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടില്ല എന്ന് പറയുകയാണ് വിശാഖ. അവരെ നോക്കുന്ന ബേലയ്ക്ക് അന്ന് നടന്നതെല്ലാം ഓർമ്മ വരികയാണ്. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് അനു വരുന്നു. അനുവിന് അവിടെ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഷാൻ. ശേഷം ഷാൻ അനുവിന് റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. ഇതെല്ലാം കാണുന്ന ബേല പുഞ്ചിരിച്ച് നിൽക്കുന്നത് വിശാഖ ശ്രദ്ധിക്കുകയാണ്. അവരെല്ലാരും പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. ഷാനിനെയും കുഹുവിനെയും ഒന്നും ചെയ്യാൻ പാടില്ല, ബാക്കി എല്ലാവരെയും ഇന്ന് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് ബേല നിൽക്കുമ്പോൾ അവിടെ ആദി ഇല്ലാത്തത് അവർ രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ്. അത് കാണുന്ന ബേലയും വിശാഖയും നാഗമായി മാറി അവിടെ നിന്നും പോകുന്നു. പുറത്തു വരുന്ന അവർ രണ്ടുപേരും ആദിയെ അന്വേഷിച്ച് രണ്ട് വഴിയിലൂടെ പോവുകയാണ്. വിശാഖയും ബേലയും ആദിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ആദിയെ കാണുന്ന ബേല ആദിയുടെ അടുത്ത് പോകുമ്പോൾ ആദി പേടിച്ച് ഓടുകയാണ്. ആദി ഓടുന്നത് കാണുന്ന ബേല നാഗമായി മാറി ആദിയെ വാലുകൊണ്ട് തട്ടിയിടുകയാണ്. ശേഷം പകുതി നാഗമായി മാറുന്ന ബേല ആദിയെ വാലുകൊണ്ട് ചുറ്റി ഉപദ്രവിക്കുകയും അവസാനം കൊല്ലുകയും ചെയ്യുന്നു. ആദി മരിച്ചു കിടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ബേലയുടെ അടുത്ത് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ആദി അവിടേക്ക് വരികയാണ്. ആദിയെ കണ്ട് ബേല പേടിച്ച് നിൽക്കുന്നത് കാണുന്ന ആദി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ആദിയെ കണ്ട ഷോക്കിൽ നിൽക്കുന്ന ബേല മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ഓടി പോവുകയാണ്. തിരിഞ്ഞു കിടക്കുന്ന ബോഡിയുടെ അടുത്ത് പോകുന്ന ബേല പേടിയോടെ ആ ബോഡി മറിച്ചിട്ട് നോക്കുകയാണ്. അത് ദക്ഷയായിരുന്നു. ദക്ഷിനെ കാണുന്ന ബേല ആദിയെ ദേഷ്യത്തോടെ നോക്കുന്നത് കാണുന്ന ആദി കയ്യിലിരിക്കുന്ന ഫോണിലെ വീഡിയോ ബേലയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിൽ ബേല നാഗമായി മാറി ദക്ഷിനെ കൊല്ലുന്നതാണ്. ആ വീഡിയോ കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് ബേല. ആദി ബേലയെ ആ വീഡിയോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ആദി പറയുന്നതെല്ലാം ഒരു അടിമയെ പോലെ കേൾക്കണമെന്നും ബേലയുടെ ശത്രു ബേലയേക്കാൾ അതിബുദ്ധിശാലിയാണെന്നും ഒരു നാഗം എന്നെ പേടിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആദി. ബേല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് വിശാഖ 3 പെൺകുട്ടികൾ ഒരു ബോക്സുമായി പോകുന്നത് കാണുന്നു. അത് കണ്ട് ഡൗട്ട് തോന്നുന്ന വിശാഖ ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയം വിശാഖയെ അന്വേഷിച്ച് നടക്കുന്ന ബേലയുടെ മുന്നിൽ വിശാഖ വരുന്നു. വിശാഖയോട് ബേല ദക്ഷിണെ കൊന്ന കാര്യം പറയുമ്പോൾ വിശാഖ അനുവിനെയും കൂടി കൊല്ലണമെന്ന് പറഞ്ഞ് ബേലയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അനുവും ഷാനും സംസാരിച്ച് നിൽക്കുന്നത് കാണുന്ന വിശാഖ ബേല പറയുന്നത് കേൾക്കാതെ അനുവിനെ കൊല്ലാൻ പോകുമ്പോൾ വിശാഖ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന
ബേല വിശാഖയെ തടയുകയാണ്. ഈ സമയം ദക്ഷിന്റെ ഫോണിൽ നിന്ന് അരവിന്ദ് സൗണ്ട് മാറ്റിയിട്ട് ബുൾട്ടുവിനോട് ഡൽഹിയിലേക്ക് ഒരു എമർജൻസിയായി പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കാള് കട്ട് ചെയ്യുകയാണ്. ദക്ഷ് സുഹാനിയുടെ സഹോദരനാണ്. ശേഷം എല്ലാവരും ഹോട്ടലിലേക്ക് പോവുകയാണ്. ഈ സമയം ബേലയോട് വിശാഖ അനുവിനെ കൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അവിടെ ഷാൻ ഉണ്ടായിരുന്നു. വിശാഖ അനുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ഷാനിനെയും വിശാഖയ്ക്ക് കൊല്ലേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാത്ത ഷാനിനെ കൊല്ലുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് തടഞ്ഞതെന്ന് പറയുകയാണ് ബേല. അത് കേട്ട് ദേഷ്യവും വിഷമവും വരുന്ന വിശാഖ കരഞ്ഞുകൊണ്ട് ബേലയോട് എനിക്ക് എന്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ കഴിയില്ല, അതിന് ബേല സമ്മതിക്കില്ല അല്ലേ? ബേല കാരണം ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ സോൾമേറ്റ് എനിക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് വിശാഖ ബേലയെ തള്ളിയിടുകയാണ്. എന്നിട്ട് പകുതി നാഗമായി മാറുന്ന വിശാഖ ബേലയെ വാലുകൊണ്ട് അടിക്കുമ്പോൾ ബേല ബോധം കെട്ട് വീഴുകയാണ്. ബേലയെ നോക്കിയിട്ട് വിശാഖ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം അനു എൻഗേജ്ഡ് ആയ കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അവിടേക്ക് എല്ലാവരെയും അനു വിളിച്ചു വരുത്തുകയാണ്. ശേഖറും സൈഗലും സുമിത്രയും പൗർണമിയും അവിടേക്ക് വരുന്നു. അവർ അവിടെ വരുമ്പോൾ മഹിയും ബേലയും അവിടെ ഇല്ല എന്ന് അറിയുകയാണ്. മറുവശത്ത് ബോധമില്ലാതെ കിടക്കുന്ന ബേലയെ ആദ്യം എടുത്തുകൊണ്ട് പോവുകയാണ്. ബേലയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒരു നാഗമായിരിക്കുമെന്ന് അറിയുന്ന ആദി ബേലയെ മുകളിൽ നിന്ന് തള്ളിയിടുകയാണ്. അവിടെ നിന്ന് വീഴുന്ന ബേല ഒരു പൈപ്പിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അത് കാണുന്ന ആദി അവിടെ നിന്ന് പോകുന്നു. ബേല അലറി വിളിക്കുകയാണ്. ഈ സമയം അവിടെ ബേലയുടെ സൗണ്ട് കേട്ട് മഹി വരുന്നു. മഹിയെ കാണുന്ന ബേല മഹിയോട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, മഹിയോട് അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. ബേലയുടെ പ്ലാൻ മഹി പോയതിനു ശേഷം നാഗമായി മാറി രക്ഷപ്പെടാമെന്നായിരുന്നു. മഹി അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷെ ഒന്നും നോക്കാതെ മഹി അവിടെ നിന്ന് ചാടി ബേലയുടെ അടുത്ത് വരുന്നു. രണ്ടുപേരും കമ്പിയിൽ തൂങ്ങി കിടക്കുകയാണ്. താഴെ വീഴുമെന്ന് മനസ്സിലാക്കുന്ന ബേല മഹിയോട് കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ബേല മഹിയുടെ കണ്ണ് കൈകൊണ്ട് അടച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ബേല പകുതി നാഗമായി മാറി മഹിയെ രക്ഷപ്പെടുത്തുകയാണ്. മുകളിൽ വരുന്ന ബേല മഹിയെ വഴക്കു പറയുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയത്, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹിയെ ഒന്നും പറയാൻ ബേല സമ്മതിക്കുന്നില്ല. അത് കാണുന്ന മഹി ബേല മിണ്ടാതിരിക്കാൻ വേണ്ടി ബേലയെ കിസ് ചെയ്യുകയാണ്. ബേല ഷോക്കിൽ നിൽക്കുകയാണ്. ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മഹി അവിടെ നിന്ന് പോകുന്നു. ബേല ഞെട്ടല് മാറാതെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ മഹിയും ബേലയും ഹോട്ടലിലേക്ക് വരികയാണ്. അനു എല്ലാവരോടും സന്തോഷ വാർത്ത പറയാൻ നിൽക്കുകയാണ്. ഷാൻ അനുവിനോട് ഒരു പ്രധാന കാര്യം പറയണമെന്ന് പറയുന്നുണ്ടെങ്കിലും അനു അത് കാര്യമാക്കാതെയും ഷാനിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെയും നിൽക്കുകയാണ്. ശേഷം അനു ഷാൻ പ്രപ്പോസ് ചെയ്ത കാര്യം എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം അവിടേക്ക് ഒരു ലേഡി വരുന്നു. ഷാൻ ആ ലേഡിയുടെ അടുത്ത് പോയിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. ആ ലേഡിയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് വിഷ് എന്ന വിശാഖയായിരുന്നു. ബേല ഉൾപ്പെടെ വിശാഖയെ കാണുന്ന എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വിശാഖ ഷാനിന്റെ ബിസിനസ് പാർട്ണറും ലൈഫ് പാർട്ണറുമാണെന്ന് ഷാൻ പറയുന്നത് കേട്ട് വിഷമം വരുന്ന അനു വിശാഖയുടെ കാര്യങ്ങൾ ഷാനിനോട് പറയുകയാണ്. അത് കേൾക്കുന്ന ഷാൻ വിശാഖയുടെ പേര് ഒറിജിനൽ ആണെന്നും നിങ്ങൾ ഇൻവെസ്റ്റർ ആകാൻ വിചാരിച്ചിരുന്ന വിശാഖ നിങ്ങളുടെ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്തു, അതറിഞ്ഞത് കൊണ്ട് ഞാനാണ് വിശാഖയെ നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് പകരമായി പറഞ്ഞു വിട്ടത്. വിശാഖ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. വിശാഖയും ഞാനുമാണ് നിങ്ങളുടെ ഹോട്ടലിന്റെ ഇൻവെസ്റ്റർ. ഞാൻ വിശാഖയ്ക്ക് കൊടുക്കാനുള്ള റിങ് അനുവിന് കാണിച്ചു കൊടുക്കാൻ അനുവിനോട് വിശാഖയെ കുറിച്ച് പറയാനുമാണ് വിചാരിച്ചിരുന്നത്. ആ സമയം എന്റെ കയ്യിൽ നിന്ന് റിങ് മിസ്സായി. റിങ് കണ്ടുപിടിച്ച് തറയിൽ നിന്ന് ഞാൻ റിങ് എടുക്കുന്ന സമയമാണ് എന്റെ മുന്നിൽ അനു വന്നത്. എന്റെ കയ്യിൽ റിങ് ഇരിക്കുന്നത് കണ്ട് അനു തെറ്റിദ്ധരിക്കുകയും അനു തന്നെ മോതിരം വിരലിടുകയും ചെയ്തു. എനിക്ക് ആ സിറ്റുവേഷനിൽ ഒന്നും പറയാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അനു എന്നെ ഒന്നും പറയാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ അനുവിനെ ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഷാൻ പറയുന്നത് കേൾക്കുന്ന മഹി വിശാഖ ഉള്ളത് കൊണ്ട് അവരുമായി കോൺട്രാക്റ്റിന് താല്പര്യമില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് വിശാഖയും ഷാനും പോകാൻ തുടങ്ങുന്നത് കാണുന്ന സൈഗൽ ഷാനിനോട് അവരുമായുള്ള ഡീല് ഓക്കെ ആണെന്ന് പറയുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്ന് അവരോട് പറയുകയാണ്. സൈഗൽ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് മഹിയും സുമിത്രയും ബേലയും. ബേലയ്ക്ക് വിശാഖ ചെയ്യുന്നതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. വിശാഖ ACPയെ ആണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ബേല വിചാരിച്ചത്. ശേഷം ബേല ഒറ്റയ്ക്ക് വിശാഖയെ കാണാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ മഹി ബേലയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് മഹി ബേലയോട് കുറച്ചു മുമ്പ് അവരുടെ ഇടയിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് പറയുകയാണ്. മഹി പറയുന്നതൊന്നും കാര്യമാക്കാതെ നിൽക്കുന്ന ബേല വിശാഖ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ബേലയിൽ നിന്ന് മറുപടി കിട്ടാത്തത് കൊണ്ട് മഹി ആ കാര്യം ആവർത്തിച്ച് ബേലയോട് ചോദിക്കുകയാണ്. കിസിന്റെ കാര്യമാണ് മഹി ബേലയോട് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ബേല അതിലൊരു കാര്യവുമില്ല എന്ന് പറയുന്ന സമയം വിശാഖ പോകുന്നത് കാണുന്ന ബേല വിശാഖയുടെ പുറകെ പോകുന്നു. ശേഷം വിശാഖയും ഷാനും പാർട്ടിയിൽ ഡാൻസ് ചെയ്യുകയാണ്. അവർ ഡാൻസ് ചെയ്യുന്നത് നോക്കി വിഷമം വരുന്ന അനു മദ്യപിച്ച് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും
രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നത് കണ്ട് ദേഷ്യം വരുന്ന അനു അവരുടെ അടുത്ത് പോയിട്ട് ഷാനിനെ വിശാഖ മനഃപൂർവ്വം അനുവിൽ നിന്ന് തട്ടിയെടുത്തതാണെന്നും വിശാഖയ്ക്ക് മായാജാലം അറിയാമെന്നും ഈ ചതി എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. അത് കാണുന്ന എല്ലാവരും അനുവിന്റെ പുറകെ പോകുന്നു. അനു ഓൾഡ് പാലസിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന എല്ലാവരും അനുവിനോട് താഴേക്ക് വരാനും പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ പറയുകയാണ്. ഷാൻ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ ചാടുമെന്നും പറഞ്ഞു നിൽക്കുകയാണ് അനു ചാടുന്നത് കാണുന്ന ബേല അനുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശക്തി പ്രയോഗിച്ച് കാറ്റുണ്ടാക്കുകയും ആ കാറ്റിൽപ്പെട്ട് എല്ലാവരുടെയും ശ്രദ്ധ മാറുന്ന സമയം നോക്കി ബേല പകുതി നാഗമായി മാറി അനുവിനെ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അനു താഴെ വീഴുന്ന സമയം തന്നെ അനുവിന്റെ ബോധം പോയിരുന്നു. അപ്പോൾ മഹിയും അവിടെ വരുന്നു. മഹിയും ബേലയും കൂടി അനുവിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അനുവിനെ കാണുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം ഹോട്ടലിൽ അനുവിനെ കൊണ്ടുവരുന്നു. അനു കണ്ണു തുറക്കാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ശേഖർ. വിശാഖ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ശേഷം ഓൾഡ് പാലസിൽ വരുന്ന വിശാഖയുടെ അടുത്ത് പോകുന്ന ബേല വിശാഖയോട്, വിശാഖ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? നിനക്ക് ACP അല്ലേ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിശാഖയ്ക്ക് ഇഷ്ടം ഷാനിനെയാണെന്നും ഷാനിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അനുവിനെ എന്തായാലും കൊല്ലേണ്ടതാണ്. പിന്നെ നീ എന്തിനാണ് തടഞ്ഞത്? മഹിയെയും നീ കൊല്ലാൻ സമ്മതിക്കുന്നില്ല. നീ പ്രതികാരം മറന്നുപോയോ? വിക്രാന്തിനെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ബേല വിശാഖയോട്, ഷാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാം. നിനക്ക് ഷാനിനോടുള്ളത് പ്രണയമല്ല എന്നൊക്കെ പറഞ്ഞ് വിശാഖയുടെ മനസ്സ് മാറ്റാൻ ബേല ശ്രമിക്കുമ്പോൾ വിശാഖ മഹിയുടെ കാര്യം ബേലയോട് പറയുകയാണ്. നിനക്ക് മഹിയോടുള്ളത് സത്യസന്ധമായ പ്രണയമാണോ അതോ വിക്രാന്തിനോടുള്ളതാണോ സത്യസന്ധമായ പ്രണയമെന്ന് ചോദിക്കുകയാണ്. മഹിയുടെ കാര്യം ഇതിനിടയിൽ പറഞ്ഞതുകൊണ്ട് ബേലയ്ക്ക് ദേഷ്യം വരികയാണ്. രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കുകയും ശേഷം നാഗമായി മാറുകയും രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. മറുവശത്ത് വിശാഖയെ കാണാനില്ല എന്ന് ഷാനും ബേലയെ കാണാനില്ല എന്ന് പറഞ്ഞ് മഹിയും നിൽക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ബേലയെയും വിശാഖയെയും അന്വേഷിച്ചു പോവുകയാണ്. ഈ സമയം രണ്ടുപേരും വാശിയോടെയും ദേഷ്യത്തോടെയും ഫൈറ്റ് ചെയ്യുകയാണ്. ഇവരുടെ ഫൈറ്റിനിടയിൽ പാലസിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അതിശക്തമായ കാറ്റുണ്ടാവുകയും ചെയ്യുകയാണ്. വിശാഖയും ബേലയും പകുതി നാഗമായി മാറി ദേഷ്യത്തോടെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയം അവിടെ മഹിയും ഷാനും വരുന്നത് കാണുന്ന അവർ യഥാർത്ഥ രൂപത്തിലാവുകയാണ്. അവരെ കാണുന്ന മഹി ബേലയോട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ബേല എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നത് കാണുന്ന വിശാഖ, ബേല ഇവിടെ മറന്നു വെച്ച ഫോൺ എടുക്കാൻ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ബേലയുടെ പുറകെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ മാറി. ബേല പേടിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ രാവിലെ എഴുന്നേൽക്കുന്ന ബേല മഹിയുടെ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ അതിലൊരു ന്യൂസ് ബേല കാണുന്നു. ആ ന്യൂസ് ലണ്ടനിലെ ഷാനിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് കുറച്ച് മണിക്കൂർ മുമ്പ് വന്ന ന്യൂസാണ്. അത് കാണുന്ന ബേല വിശാഖയെ കാണാൻ പോകുന്നു. വിശാഖയോട് ബേല ഡ്യൂപ്ലിക്കേറ്റ് ഷാനിന്റെ കാര്യം ചോദിക്കുമ്പോൾ വിശാഖ ആ കാര്യം സമ്മതിക്കുകയാണ്. വിശാഖ ഒറിജിനൽ ഷാനിന്റെ സമ്മതം ചോദിച്ചിട്ടാണ് ആർക്കിടെക്റ്റ് ആയ ഷാൻ ഇവിടേക്ക് വന്നതെന്നും ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ബേല വിശാഖ പഴയ വിശാഖയല്ല, ഒത്തിരി മാറിപ്പോയി. ഫ്രോഡായ ഷാനിന്റെ കാര്യം എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ബേല അവിടെ നിന്നും പോകുന്നു. വിശാഖയുടെ ഈ ഷാൻ ആരാണെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്